നമസ്കാരം കൂട്ടുകാരെ, ഞാനിന്നേ കുറച്ച് വെറൈറ്റി പ്രേതങ്ങളുമായിട്ടാട്ടോ വന്നേക്കുന്നത്. എന്താണെന്നല്ലേ, നമുക്ക് കുറച്ച് പ്രേതങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ പരിചയപ്പെട്ടാലോ. ഇന്ത്യയിലെ 7 ഹാണ്ടിങ് പ്ലേസ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്പർ 1, പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ബെഹുങ്കോഡോ റെയിൽവേ സ്റ്റേഷൻ. കഥ എന്താണെന്നല്ലേ, ഒരു വെള്ള സാരി ധരിച്ച സ്ത്രീ ട്രാക്കുകളിൽ അലഞ്ഞു നടക്കുന്നതായാണ് പറയപ്പെടുന്നത്. ഇത് ഏകദേശം 40 വർഷമായി ഈ സ്റ്റേഷൻ ഉപേക്ഷിക്കപ്പെടാൻ കാരണമായി. അപ്പോൾ പ്രേതങ്ങളൊക്കെ വെള്ള സാരി ഉടുത്താട്ടോ ഇപ്പോൾ നടക്കുന്നത്. രണ്ടാമത്തേത് എവിടെയാണെന്നല്ലേ, ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. താൻ നിർമ്മിക്കാൻ പരാജയപ്പെട്ട തുരങ്കത്തിനടുത്ത് ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് എഞ്ചിനീയറായ കേണൽ ബറോഗിൻ്റെ ആത്മാവ് പ്ലാറ്റ്ഫോമിൽ തങ്ങി നിൽക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. സത്യമായിരിക്കാം. അടുത്തത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. എന്താ സംഭവിച്ചെന്നറിയോ? ചിറ്റൂർ റെയിൽവേ സ്റ്റേഷനാണ്, ആന്ധ്രാപ്രദേശിലുള്ളതാണ്. ട്രാക്കിൽ കൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രേതവുമായി ഈ സ്റ്റേഷൻ ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് എവിടെയാണെന്നല്ലേ, ലുധിയാന റെയിൽവേ സ്റ്റേഷൻ, പഞ്ചാബിലാണ് കേട്ടോ. നിഴൽ രൂപങ്ങൾ കണ്ടതായും വിചിത്ര ശബ്ദങ്ങൾ കേട്ടതായും യാത്രക്കാർ റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്തത് നൈനി റെയിൽവേ സ്റ്റേഷൻ, ഉത്തർപ്രദേശിലാണ്. സമീപത്തുള്ള നൈനി ജയിലിൽ മരിച്ച സ്വതന്ത്ര സമര സേനാനികളുടെ അസ്വസ്ഥമായ ആത്മാക്കൾ ഈ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ഡോംബിവ്ലി റെയിൽവേ സ്റ്റേഷൻ, മഹാരാഷ്ട്രയിലാണ്. ഭയാനകമായ മന്ത്രിപ്പുകൾ, പ്രേതഭൂതങ്ങൾ, ഇരുട്ടിന് ശേഷമുള്ള ശരീരമില്ലാത്ത ശബ്ദങ്ങൾ എന്നിവ കൊണ്ടാണ് ഇവ പ്രശസ്തി ആർജിച്ചിരിക്കുന്നത്. അടുത്തത് എവിടെയാണെന്നല്ലേ, മുലൂദ് റെയിൽവേ സ്റ്റേഷൻ, മഹാരാഷ്ട്രയിലാണ്. ടാറ്റ നിവ്യൂഡിൻ്റെ അഭിപ്രായത്തിൽ നിഗൂഢ പ്രതിഭാസങ്ങളുടെയും വിശദീകരിക്കാനാകാത്ത ചലനങ്ങളുടെയും നിഴൽ രൂപങ്ങളുടെയും സ്ഥലമാണ് മുലൂദ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പരിചയപ്പെടുന്നു. അടുത്തതും മധ്യപ്രദേശാണ്, സൊഹാംപൂർ റെയിൽവേ സ്റ്റേഷൻ. രാത്രിയിൽ പ്രതിധ്വനിക്കുന്ന നിലവിളികളുടെയും കാൽപ്പാടുകളുടെയും സ്പെക്ട്രൽ ശബ്ദങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ സ്ഥലം. അടുത്തത് കൊൽക്കത്തയിലാണ്, രബീന്ദ്ര സരോവർ മെട്രോ. കോറ ഉപഭോക്താക്കളുടെ അഭിപ്രായത്തിൽ ഒരു ഭയാനകമായ സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. അടുത്തത് മധ്യപ്രദേശിലാണ്, പടൽപാനി സ്റ്റേഷൻ എന്ന് പറയും. അതും സ്വതന്ത്ര സമര സേനാനി താതിയാഭിൽ തടവിലാക്കപ്പെട്ട സ്ഥലം. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിൽ കൂടുതലും മധ്യപ്രദേശാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇന്ന് വരെ ഇതേപോലെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും പ്രേതങ്ങളെ വിശ്വാസമുള്ളവർ അങ്ങോട്ട് പോകണ്ട. പ്രേതങ്ങളെ വിശ്വാസമില്ലാത്തവർ അവിടം വരെ ഒന്ന് ചെന്ന് ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരിക. എനിക്കെന്തായാലും പ്രേതങ്ങളെയും നെഗറ്റീവ് എനർജിയൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കമൻ്റ് അടിക്കാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും മസ്റ്റാണേ.